Hi, hello, welcome back to SP Future. You are listening to സാദിഖ് പള്ളിക്കൽ. മക്കളെ സാദിഖ് സാർ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ 501 സീരീസ് ഓഫ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് 55 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ്. ഇതിലും ഓൾമോസ്റ്റ് 60 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതും 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ മുന്നിലേക്ക് അവൈലബിൾ ആവുന്നുണ്ടായിരിക്കുക. സോ എല്ലാവരും എന്ത് ചെയ്യുക, 2 വീഡിയോസും കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ദെൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി ഇതിന് ശേഷം ഇടുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ക്യാച്ച് ചെയ്യാവുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ദ ജോബ് ഓഫ് സ്പീഡ് ബോസ് അണ്ടർ ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? അല്ലേ, സ്പീഡ് ബോസിൻ്റെ പണി എന്താണ്? സ്പീഡ് എത്ര എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്പീഡ് എത്ര എന്നുള്ളത് നോക്കുകയാണ്. അല്ലേ, ആൻസർ ഇവിടെ തന്നിട്ട് എന്താണ്? ഹി സൂപ്പർവൈസസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ സ്പീഡ് ഓഫ് വർക്ക്. ദെൻ ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്? മോഡേൺ മാനേജ്മെൻറ്റ് ഫാദർ ആരാണ്? ഹെൻറി ഫയോളാണ്. അല്ലേ, നമുക്കറിയാം എന്താണ്, ഹെൻറി ഫയോളാണ് മോഡേൺ മാനേജ്മെൻറ്റ് പിതാവ്. ദെൻ മൂന്നാമത് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സജസ്റ്റ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്നെസ്? അല്ലേ, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ഇക്വിറ്റി. അല്ലേ, ദെൻ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫയോൾ പോയിൻറ്റഡ് ഔട്ട് ദ ഡേഞ്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് അൺനെസസറി ലേബർ ടേൺ ഓവർ ഇൻ വൺ ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ. നെയിം ദ പ്രിൻസിപ്പിൾ. എന്താണ്? ഫയോൾ പോയിൻറ്റഡ് ഔട്ട് ദ ഡേഞ്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് അൺനെസസറി ലേബർ ടേൺ ഓവർ. എന്താണ്, എപ്പോഴാണ് അൺനെസസറി ലേബർ ടേൺ ഓവർ ഉണ്ടാവുക? ഒരാൾ നമ്മൾ സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലേ. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫയോൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇത്, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. അല്ലേ, നമ്മുടെ 12ാമത്തെ പ്രിൻസിപ്പിൾ, അല്ലേ, 12ാമത്തെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഓക്കെ, ദെൻ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബീഡിയൻസ്, റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി ആൻഡ് ഒബ്സർവേഷൻ, എസ്റ്റാബ്ലിഷ്ഡ് റൂൾ ഈസ് നോൺ ആസ് ഓർഡർ, ഡിസിപ്ലിന്, എക്വിറ്റി, ഇനീഷ്യേറ്റീവ്. എന്താണ്? ഒബീഡിയൻസ്, റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി. അല്ലേ, അതിന് നമുക്ക് അതിന് ആൻസർ കിട്ടിയ എന്താണ്? ഡിസിപ്ലിനാണ്. അല്ലേ, എന്താണ്? ഡിസിപ്ലിനാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. 6ാമത് എന്താണ്? സിസ്റ്റമാറ്റിക് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദി ടോപ്പ് ലെവൽ. അല്ലേ, ടോപ്പ് ലെവലിൽ അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് സെൻട്രലൈസേഷൻ. അല്ലേ, ഓക്കെ. 7ാമത് എന്താണ്? ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഏതാണ് അതിൻ്റെ ആൻസർ? എന്താണ്? എക്സ്പിരിറ്റ് ഡി കോപ്സ്. അല്ലേ, യെസ്. എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? എക്സ്പിരിറ്റ് ഡി കോപ്സ് ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. have a place for everything and everything should be in its place, which management principle referred here? അല്ലേ, എന്താണ്? എല്ലാ സ്ഥാനത്തിനും ഒരു സ്ഥലവും കാര്യങ്ങളും വേണമെന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട് ഫയോളുടെ, അല്ലേ. അതേതാണ്? ഓർഡറാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 9ാമത്തത്, ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ആൻ ഐഡിയ, വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അല്ലേ, ഒരു ഹെഡും ഒരു പ്ലാനും ഉണ്ടാകാൻ പാടില്ല. എന്തിന്? സെയിം ഒബ്ജക്റ്റീവുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികൾക്ക്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലാക്ക് ഓഫ് പ്രിൻസിപ്പിൾസ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ് എമംഗ് സബോർഡിനേറ്റ്സ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. അല്ലേ, എന്താണ്? കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരാൾ വെച്ചിട്ട് കുറിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുന്നത് ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ദെൻ അടുത്തത് 11ാമത്തെ എന്താണ്? ശ്രദ്ധിക്കുക. എ ഫാക്ടറി ഹാസ് 3 ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ദീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഡിസിഷൻ വിത്തൗട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺസൾട്ടേഷൻ. സോ കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻസ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻസ് ആർ ക്വൈറ്റ് കോമൺ. സ്റ്റേറ്റ് വിച്ച് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഈസ് വയലേറ്റഡ് ഹിയർ. ഏതാണ്? പരസ്പരമുള്ള ഒന്നും കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് വയലേറ്റ് ചെയ്തത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സെയിം ഒബ്ജക്റ്റീവുള്ള എല്ലാ ആക്ടിവിറ്റികൾക്കും എന്തുണ്ടാവണം?
ഒരു ഹെഡും ഒരു പ്ലാനും ഉണ്ടായിരിക്കണം അല്ലേ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. യെസ്. ദെൻ അടുത്ത് നോക്കൂ നിങ്ങൾ. എ സബോർഡിനേറ്റ് റിസീവ് ഓർഡേഴ്സ് ഫ്രം 3 സീനിയർ ഓഫീസേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വയലേറ്റഡ് ഹിയർ? അല്ലേ, ഒരാൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒരാളിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഡയഗ്രം ആൻഡ് മെൻഷൻ ദ ഷോർട്ട് കട്ട് യൂസ്ഡ് ഫോർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡി ആൻഡ് പി അല്ലേ. ഇതെന്തിൻ്റെ ഒരു സാധനമാണ്? നമുക്കറിയാം എന്തിനാണ്? സ്കാലാർ ചെയിനിൻ്റെതാണ്. അപ്പോൾ ഡിയും പിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് മക്കളെ? എന്താണ്? ഗ്യാങ് പ്ലാങ്ക് അല്ലേ. യെസ്, ഗ്യാങ് പ്ലാങ്ക്. ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണ്? ഡിവിഷൻ ഓഫ് വർക്കാണ് അല്ലേ. വർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അയാൾ ആ ജോലി ചെയ്യുമ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സ്പെഷ്യലൈസ്ഡ് ആവാൻ പറ്റും. സോ അതിൻ്റെ ആൻസർ എന്താണ്? സ്പെഷ്യലൈസേഷൻ ആണ്. അതിൻ്റെ ആൻസർ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദിസ് പ്രിൻസിപ്പിൾ ഈസ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ ഈസ് റിഫേർഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് അല്ലേ. എന്താണ്? ദ പ്രിൻസിപ്പിൾ ഈസ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കൊറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു റൂഡായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പക്ഷേ ഫയോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്താൻ പറ്റുള്ളൂ? ഒക്കെ നേടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പിളാണ് ഇത് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ മക്കളെ, ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമൻസിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? ഡേഷ് ഇസ് എ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ദ ഹയസ്റ്റ് ലെവൽ ടു ദ ലോവസ്റ്റ് ലെവൽ. ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? ഹയസ്റ്റ് ലെവലിൽ നിന്ന് ലോവസ്റ്റ് ലെവലിലേക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ പോകുന്ന ചാനൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? എന്താണ്? സ്കാലാർ ചെയിൻ അല്ലേ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ് ഫോർ ഡെവലപ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റഡ് ബൈ ഫയോൾ. എന്താണ്? വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കത്തും. എന്താണ് എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്താവും? ഇനീഷ്യേഷൻ എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഇനീഷ്യേറ്റീവാണ്. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ എന്താണ്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലേ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പിതാമക്കാരൻ ആരാണ്? FW ടൈലറാണ്. മറക്കരുത് കേട്ടോ, മാറരുത്. സയൻറ്റിഫിക്കിൻ്റെ ടൈലറും അഡ്മിനിസ്ട്രേഷൻ്റെ ആരാണ്? ഫയോളുമാണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? ഷീ ഓർ ഹി കീപ്സ് മെഷീൻസ്, മെറ്റീരിയൽസ്, ടൂൾസ് എക്സെട്ര റെഡി ഫോർ ഓപ്പറേഷൻസ് ബൈ കൺസേൺഡ് വർക്കേഴ്സ് ഹൂസ് വർക്ക് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് സെൻറ്റൻസ് അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ പണി എന്താണ്? ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കലാണ്. റിപ്പയർ ബോസിൻ്റെ പണി എന്താണ്? സാധനത്തിനൊക്കെ നേരെ റിപ്പയർ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഗ്യാങ് ബോസ് അവിടെ നിൽക്കട്ടെ. റൂട്ട് ക്ലർക്കിൻ്റെ പണി എന്താണ്? റോ മെറ്റീരിയൽസ് കടന്നു പോകേണ്ട സ്റ്റെപ്സുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കലാണ്. ഗ്യാങ് ബോസിൻ്റെ പണിയാണ് എന്ത്? നമുക്ക് ആവശ്യമായിട്ടുള്ള മെന്നും മെറ്റീരിയലും ടൂളും കാര്യങ്ങളൊക്കെ എന്താക്കുക? റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഗ്യാങ് ബോസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാനേജ്മെൻറ്റ് ഷുഡ് ഫൈൻഡ് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്. വിച്ച് ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദിസ് സെൻറ്റൻസ്? എന്താണ്? മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? ബെസ്റ്റ് വേ എന്തിന് സെലക്ട് ചെയ്യണം? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ന് പറയുന്ന ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഏതാണ്? ടൈം സ്റ്റഡിയിൽ നമ്മൾ എന്താ പറയുന്നത്? എത്ര ടൈം കൊണ്ട് നമ്മൾ തീർക്കണമെന്നാണ് പറയുന്നത്. മോഷൻ സ്റ്റഡിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? മൂവ്മെൻറ്റ്സിൻ്റെ ജോബാണ് പഠിക്കുന്നത്. ഫാറ്റിഗ് സ്റ്റഡിയിലോ റെസ്റ്റ് ടൈമാണ്. മെത്തേഡ് സ്റ്റഡിയിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. സോ ഹിയർ ആൻസർ ഈസ് മെത്തേഡ് സ്റ്റഡിയാണ് അല്ലേ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓർഡർ, ഇക്വിറ്റി, ഫാറ്റിഗ് സ്റ്റഡി. ഓർഡറും ഇക്വിറ്റിയും യൂണിറ്റി ഓഫ് ഡയറക്ഷനും അല്ലേ. ഓർഡറും ഇക്വിറ്റി എന്താണ്? ഓർഡറും ഇക്വിറ്റിയും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഫാറ്റിഗ് സ്റ്റഡി എന്താണ്? ടെക്നിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. സോ ആൻസർ എന്താണ്? ഫാറ്റിഗ് സ്റ്റഡി ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? സയൻറ്റിഫിക്
ടെക്നിക് ഓഫ് ടാസ്ക് സെറ്റിംഗ് ഈസ് നോൺ ആസ് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി. എന്താണ് ടാസ്ക് സെറ്റിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വർക്ക് സ്റ്റഡിയാണ്. നമ്മൾ ഓൾറെഡി പഠിക്കാത്ത അല്ലെങ്കിൽ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. ടാസ്ക് സെറ്റിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വർക്ക് സ്റ്റഡിയാണ്. ഓക്കെ, നമുക്കൊരു എക്സ്ട്രാ ആഡായിട്ട് കിട്ടുന്നൊരു പോയിൻ്റാണ്. എന്താണത്? വർക്ക് സ്റ്റഡിയാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് 23ാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ് വിച്ച് ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഗിവ് ഹൈ കോമ്പൻസേഷൻ ടു ബെറ്റർ പെർഫോമർ? അല്ലേ, എന്താണ് കോമ്പൻസേഷൻ കൊടുക്കാൻ നമ്മൾ 2 രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ 2 രീതിയിലുണ്ട്. ഹയർ റേറ്റും ഉണ്ട്, പിന്നെ ലോവർ റേറ്റും ഉണ്ട് അല്ലേ? അപ്പം അതിനെ പറയുന്ന സയൻറ്റിഫിക്കിൻ്റെ ടെക്നിക്ക് ഏതാണ്? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് നല്ല പെർഫോമൻസ് നല്ല സാലറി കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് ഏതാണ്? അവിടെ പറയുന്ന ടെക്നിക്ക് ഏതാണ്? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വിച്ച് ഫോക്കസ് ഓൺ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം എന്താണ് പ്ലാനിങ്ങും അതേപോലെ തന്നെ പ്രൊഡക്ഷനും, അല്ലെങ്കിൽ പ്ലാനിങ്ങും പ്രൊഡക്ഷനും അല്ലെങ്കിൽ പ്ലാനിങ്ങും എക്സിക്യൂഷനും സെപ്പറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ് ദി സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എ വർക്കർ അല്ലേ? എന്താണ് മൂവ്മെൻറ്റ് ഓഫ് എ വർക്കർ പഠിക്കുന്നത്? ഏത് സ്റ്റഡിയാണ്? ഇറ്റ്സ് എ മോഷൻ സ്റ്റഡിയാണ്. ദെൻ അടുത്തത് ദ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് ടുവേർഡ്സ് ഈച്ച് അതർ റിഫേർഡ് ടു. എന്താണ് അത്? നമ്മുടെ ടൈലർ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. എന്താ അയാളുടെ പ്രിൻസിപ്പിളിൽ എന്താണ്? അവർ തമ്മിലുള്ള എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊരു മാറ്റം വരണം. അതിന് പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്ക് എന്താണ്? മെൻ്റൽ റെവല്യൂഷനാണ് അല്ലേ? ആൻസർ എന്താണ്? മെൻ്റൽ റെവല്യൂഷനാണ്. ദെൻ അടുത്ത് നോക്കൂ. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ടൈലർ അഡ്വക്കേറ്റ് സയൻറ്റിഫിക് എൻക്വയറി ആസ് ഓപ്പോസിറ്റ് ടു ഹിറ്റ് ആൻഡ് ട്രയൽ അല്ലേ? എന്താണ് അത്? ഏതാണ്? സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ഹിറ്റ് ആൻഡ് ട്രയലിന് ഓപ്പോസ് ചെയ്ത് കിടക്കുന്ന ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്? സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടൈലർ അഡ്വക്കേറ്റഡ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. He developed a technique for this purpose, which consists of 8 specialist foremen. Identify technique of scientific management referred here. അല്ലേ, 8 സ്പെഷ്യലിസ്റ്റ് ഫോർമെൻ എന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? അവിടുത്തെ ടെക്നിക്ക് ഏതാണെന്ന് മനസ്സിലായി. ഏതാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് സർക്കിൾ. എന്താണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ, കാർഡ് ക്ലർക്ക്. ആൻസറിന് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളതാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഇതൊക്കെ എന്താണ്? ഏതിൽ വരുന്നതാണ്? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കും റൂട്ട് ക്ലർക്കും ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കും ഡിസിപ്ലിനേറിയനും ഏതിലാണ്? നമ്മുടെ പ്ലാനിങ് ഫംഗ്ഷനിൽ വരുന്നതാണ് അല്ലേ? പ്രൊഡക്ഷൻ ഫംഗ്ഷനാണോ? അല്ല, പ്ലാനിങ് ഫംഗ്ഷനിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദ പേഴ്സൺ ഹൂ വർക്ക് അണ്ടർ ദ പ്രൊഡക്ഷൻ ഇൻചാർജ്. പ്രൊഡക്ഷൻ ഇൻചാർജിൽ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്? സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ അല്ലേ? ഇത്രയും ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏതിലും പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. സോ ഇതോടുകൂടി നമ്മൾ എന്ത് വൈൻഡപ്പ് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എന്തിലെ? സെക്കൻഡ് ചാപ്റ്ററിലെ, വിച്ച് മീൻസ് ഓൾ ടുഗദർ നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റായില്ലേ? പവറല്ലേ മക്കളെ? അപ്പോൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസുകളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ? നിങ്ങൾ വീണ്ടും വീഡിയോ ഒന്നും കൂടെ കാണുക കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അങ്ങ് കൂടിക്കോ. ഞാൻ നിങ്ങളെ പാസ്സാക്കി കയ്യിൽ തരാം. ഓക്കെ, സോ ബൈ ബൈ.